ഹോണ്ട സിറ്റിയാണ് പോണേ. P5 എന്നാണ് ഫാൻസി നമ്പറാണ്. ഹോണ്ടയും ടൊയോട്ടയും കാർ ഉണ്ടാക്കുന്ന രണ്ട് ഡിഫറെൻറ്റ് ടെക്നോളജിയിലാണ്. ഹോണ്ട ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എൻജിൻ എപ്പോഴും 0 to 100 ഏറ്റവും ഫാസ്റ്റായിട്ട് പോവുക, മാക്സിമം BHP എൻജിനിൽ നിന്ന് കൊണ്ടുവരിക, അങ്ങനെയുള്ള ഇതാണ് ഹോണ്ട. പിന്നെ എഫിഷ്യൻസി. ടൊയോട്ട എൻജിൻ ഉണ്ടാക്കുന്നത് എഫിഷ്യൻസി ഉണ്ട്, പക്ഷേ മറ്റൊരു പ്രയോറിറ്റി അവർ എൻജിനും മാത്രമല്ല, ടൊയോട്ടയുടെ വണ്ടികൾ ഉണ്ടാക്കാൻ നേരത്തെ അവരെപ്പോഴും ഇറ്റ് ഷുഡ് ലാസ്റ്റ് എ ലോങ്. അതായത് ടൊയോട്ടയുടെ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വർഷങ്ങളോളം ലാസ്റ്റ് ചെയ്യണം. അപ്പോൾ എൻജിനാണെങ്കിലും അവർ എൻജിൻ ബിൽഡ് ചെയ്യുമ്പോഴും അത് ഇത് ബിൽഡ് ചെയ്യുമ്പോഴും കാറ് ബിൽഡ് ചെയ്യുമ്പോഴും എൻജിൻ ബിൽഡ് ചെയ്യുമ്പോഴും കൊടിവെച്ച കാറുകൊണ്ട് എല്ലാവരുടെയും എൻജിൻ ബിൽഡ് ചെയ്യുമ്പോഴും വണ്ടികളുടെ ബഹളമാണ്. പുതിയ ബേക്ക് ഹൗസാണ് ജോയ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ എൻജിൻ ബിൽഡ് ചെയ്യുമ്പോഴും കാറ് ബിൽഡ് ചെയ്യുമ്പോഴും ടൊയോട്ടയുടെ ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാക്സിമം ലാസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു എൻജിൻ അവർ ഒരിക്കലും അതിൻ്റെ ഫുൾ എഫിഷ്യൻസിയിൽ അവർ ഫുൾ പവർ കൊടുക്കില്ല. ടൊയോട്ട ഒരു എൻജിൻ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഹോണ്ട ബിൽഡ് ചെയ്യുമ്പോൾ മാക്സിമം പവറിലായി. ടൊയോട്ട അങ്ങനെയല്ല. ഇപ്പോൾ ഒരു 250 ഹോഴ്സ് പവറുള്ള എൻജിനാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 130 ഹോഴ്സ് പവറുള്ള എൻജിനാണെങ്കിൽ അവർ ചിലപ്പോൾ 100 കൊടുക്കുള്ളൂ. ഈ എൻജിൻ തന്നെ എനിക്ക് തോന്നുന്നത് 105 ഹോഴ്സ് പവർ. ഇവിടെ ഇന്ത്യയിൽ ഇത് 90 കുറച്ചു. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 105 ഹോഴ്സ് പവറാണ്. അപ്പോൾ ഈ എൻജിൻ ചിലപ്പോൾ 120, 130 ഹോഴ്സ് പവറിന് കേപ്പബിൾ ആയിരിക്കും. അവരൊരിക്കലും ഫുൾ പവറിൽ എൻജിന് വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. മോശമാണ് കഴിഞ്ഞാണ് മാറ്റിയത്. ഒരു ക്വാളിറ്റി അല്ല. അത് വീണ്ടും കമ്പനി മാറ്റിയിട്ടുണ്ടായിരുന്നു.
ഇവിടെ റംബൂട്ടാൻ ഉണ്ടായതുകൊണ്ട് മരം താന്നു, അല്ലെങ്കിൽ താഴെയുള്ള കമ്പുകൾ കിട്ടി. ആ പഴങ്ങ് പറിച്ച് കഴിയുമ്പോൾ മരം മേപ്പോട്ട് പോകും. താഴെ ഞാൻ കുറേയൊക്കെ വെട്ടി, എന്നാൽ ഈ കൊല്ലം അത് താന്നു. കുറേ താഴത്തെ കമ്പുകൾ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം മാറും. ആ റോഡ് മറിഞ്ഞു കഴിഞ്ഞാൽ റംബൂട്ടാൻ്റെ പഴമാകുമ്പോൾ എനിക്ക് അങ്ങനെ 10-15 കിലോ പഴം കാണില്ല. നമുക്ക് കിട്ടണില്ലെങ്കിലും ഉണ്ടാവണം, ചിലപ്പോൾ 10-15 കിലോ പഴം കാണും. അപ്പോൾ അത് കുറേ കണ്ണാനും ഇതൊക്കെ കൊണ്ടുപോയെങ്കിൽ നമുക്ക് കിട്ടാനില്ലെങ്കിലും അത്ര ഉണ്ടാവണ്ടോ. അങ്ങനെ ഈ വണ്ടിക്ക് ഞാൻ പറഞ്ഞ 105 ഹോഴ്സ് പവർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 1.5 ലിറ്ററിന് പെട്രോൾ വണ്ടിക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഇന്ത്യനിൽ അവർ 90 ഹോഴ്സ് പവർ ആയിട്ട് കുറച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഇന്ത്യയിലെ ഫ്യൂവൽ കൊള്ളില്ല എന്ന് പറഞ്ഞാണ് അവർ 90 bhp ആയിട്ട് കുറച്ചേക്കണം. അത് മിക്ക കമ്പനികളും കുറയ്ക്കുന്നുണ്ട്. ടൊയോട്ട മാത്രമല്ല, ഇന്ത്യയിലെ ഫ്യൂവലിൻ്റെ ഇഷ്യൂ കാരണം മിക്ക കമ്പനികളും bhp കുറച്ച് ഇന്ത്യയിൽ ഓടിക്കുന്നത്. പിന്നെ E20 കൂടെ ആയതോടുകൂടി അത് കൂടുതലായിരിക്കും, ഇനിയും കുറയ്ക്കേണ്ട കാര്യമായിരിക്കും. അപ്പോൾ ഈ 125 ഹോഴ്സ് പവർ, ഇപ്പോൾ ഹോണ്ട സിറ്റി 1.6ന് 127 ഹോഴ്സ് പവറാണ്. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള മറ്റേ യാറിസാണ് ഈ സിറ്റിക്ക് ഇക്വലൻ്റ്. ഇത് പക്ഷേ സ്പെസിഫിക്കേഷനൊക്കെ അടുത്തടുത്താണെങ്കിലും ഇത് കുറച്ചും കൂടി ഒരു ലക്ഷറി മോഡലല്ല സിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സിറ്റി ആയിട്ടുള്ള കോമ്പറ്റീറ്റർ യാറിസാണ്, ടൊയോട്ടയുടെ ലക്ഷറി മോഡൽ യാറിസാണ്. അപ്പോൾ യാറിസിന് ഏതാണ്ട് 110-115 ഹോഴ്സ് പവർ ഉണ്ടെന്ന് തോന്നുന്നു. അതിനേക്കാളും കുറവായിരിക്കും ഈ ഹോട്ടലുണ്ട്. അവരെപ്പോഴും ടൊയോട്ട ഒരിക്കലും ചിലപ്പോൾ ആ വണ്ടിക്ക് 140-150 ഹോഴ്സ് പവർ കപ്പാസിറ്റി ഉള്ള വണ്ടിയായിരിക്കും 130. പക്ഷെ അവരതിലെപ്പോഴും എൻജിനെ അവർ ഫുൾ ഇതിൽ വർക്ക് ചെയ്യിക്കില്ല. ഒരു 80% കൂടുതൽ അവർ വർക്ക് ചെയ്യിക്കില്ല എൻജിനെ. അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒളിമ്പിക്സിൽ ഓടുന്ന ഒരു ഓട്ടക്കാരനെ അവന് നോർമലായിട്ട് പതുക്കെ ബ്രിസ്ക് വാക്കിങ്ങിന് ഉപയോഗിക്കണം. അപ്പോൾ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒളിമ്പിക്സിൽ മറ്റേ മരത്തോടാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളെ ഒരു ബ്രിസ്ക് വാക്കിങ്ങിന് മാത്രമേ ഉപയോഗിക്കണുള്ളൂ. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരിക്കലും നീ പ്രോബ്ലംസ് ഉണ്ടാവില്ല. ടൊയോട്ടയുടെ ഫിലോസഫി അതാണ്. പിന്നെ അവരെപ്പോഴും മറ്റേ ഇതിൻ്റെ കേസിംഗ് ഒക്കെ ഭയങ്കര പവർഫുൾ, കട്ടി കൂടിയ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. ഇത് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ ഇട്ടായിരിക്കും അവർ ഉണ്ടാക്കണേ, അതായത് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. എൻജിൻ ബ്ലോക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ സൈസ് കൂട്ടിയായിരിക്കും അവർ ഉണ്ടാക്കണം. അതിൻ്റെ കേസിങ്ങൊക്കെ ഹോണ്ട അന്നേരം വേറെ ലൈറ്റർ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യാറില്ല അവരുടെ എൻജിൻ ബ്ലോക്കുകൾക്കൊക്കെ. അവർ രണ്ട് ഡിസൈൻ ഫിലോസഫിയാണ്. ഹോണ്ട BMW ഒക്കെ എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് കോൺസെൻട്രേറ്റ് ചെയ്താൽ. ടൊയോട്ടയുടെ ഡിസൈൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ സ്പീഡല്ല, അവർ മാക്സിമം ലോങ്ങിറ്റിവിറ്റിയാണ്. അതായത് മാക്സിമം വെഹിക്കിൾ ലാസ്റ്റ് ചെയ്യുക. അതായത് വെഹിക്കിൾ പിന്നെ എൻജിനായാലും ബോഡി ആയാലും മാക്സിമം ലാസ്റ്റ് ചെയ്യണ ഒരു ബിൽഡ് പ്രിൻസിപ്പിളാണ് ടൊയോട്ടയുടെ.